ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോളജീസിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ വെള്ളം ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് കെറ്റിൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് കെറ്റിലൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ സ്വിച്ച് ഓണാണ്, പക്ഷേ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല. അതിനർത്ഥം കെറ്റിലേക്ക് പവർ എത്തുന്നില്ല എന്നാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ കെറ്റിലിൻ്റെ ബേസ് പാർട്ടാണ് ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. താഴെയുള്ള ഈ 3 സ്ക്രൂ അഴിച്ചെടുക്കാം. ഒരു കോഡ് വയറും പിന്നെ ഒരു കണക്ടറും മാത്രമേ ബേസ് പാർട്ടിലുള്ളൂ. ഇത് ചെക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. കോഡ് വയർ നമുക്കറിയാം 3 പിന്ന് വരും. ഇതിൻ്റെ എൻഡ് ഈ കണക്ടറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ എവിടെയെങ്കിലും വയർ കട്ടായിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി മോഡിലേക്ക് നോബ് തിരിച്ചു വയ്ക്കാം. അതിൻ്റെ നേരെ ഒരു വോള്യത്തിൻ്റെ ചിഹ്നം കാണാം. ഏറ്റവും ടോപ്പിലുള്ളത് എർത്തും താഴെ വലതുവശത്ത് കാണുന്നത് ന്യൂട്രലും ഇടതുവശത്ത് ഫേസും കണക്ട് ചെയ്യാനുള്ള പിന്നാണ്. ഇതിൻ്റെ എൻഡ് ലീഡ് നോക്കുകയാണെങ്കിൽ പച്ച കളർ വയർ എപ്പോഴും എർത്ത് വയറായിരിക്കും. പിന്നെ ചുവപ്പ് കളർ ഫേസും നീല ന്യൂട്രൽ വയറുമായിരിക്കും. ഇതിൻ്റെ 2 സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് ന്യൂട്രലും ഫേസും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ബ്ലൂ കളർ വയറിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്, അത് കട്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്തത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ റെഡ് വയറിലും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്, അപ്പോൾ വയർ ഓക്കെയാണ്, എവിടെയും കട്ടായിട്ടില്ല. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഈ കണക്ടർ പിന്നാണ്. ഇതൊരു ഫീമെയിൽ കണക്ടറാണ്. ഇതിൻ്റെ മെയിൽ കണക്ടറാണ് കെറ്റിലിൻ്റെ താഴ്ഭാഗത്ത് കാണുന്നത്. ഇത് രണ്ടും കൂടി സെറ്റായിട്ടാണ് വരിക. ഇത് ചെക്ക് ചെയ്യാൻ നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിൽ 3 പിന്ന് വരുന്നുണ്ട്. ഇതിൽ നടുവിലത്തെ പിന്ന് എർത്തായിരിക്കും. 2 സൈഡിലെ പിന്നാണ് ന്യൂട്രലും ഫേസും കണക്ട് ചെയ്യാനുള്ള പിന്ന്. ഈ 2 പിന്നിൻ്റെയും മുകൾ ഭാഗം ദ്രവിച്ചു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വല്ല ചളിയും അടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് കെറ്റിലുമായി കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് പാസ് ചെയ്യില്ല. ഇപ്പോൾ ഇതിൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അഴിച്ചെടുത്തതുപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കെറ്റിലിൻ്റെ മെയിൻ ഭാഗമാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിലാണ് സ്വിച്ചും കോയിലും ഒക്കെ ഇരിക്കുന്നത്. ഈ 3 സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കാം. ഈ റൗണ്ട് ഷേപ്പിൽ കാണുന്നതാണ് കെറ്റിലിൻ്റെ കോയിൽ. ഈ കോയിൽ പോയാൽ നമുക്ക് മാറ്റിയിടാൻ പറ്റില്ല. കാരണം ഈ സ്റ്റീലുമായിട്ട് മോൾഡിംഗ് ആയിട്ടാണ് കോയിൽ വന്നിരിക്കുന്നത്. ചില പ്ലാസ്റ്റിക് ബോഡി വരുന്ന കെറ്റിലുകളിൽ മാത്രമാണ് കോയിൽ പോയാൽ മാറ്റിയിടാൻ പറ്റുള്ളൂ. ഇതൊരു ടെമ്പറേച്ചർ കൺട്രോൾ തെർമോസ്റ്റാറ്റിക് കണക്ടറാണ്. കെറ്റിൽ ഓവർ ഹീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായി കട്ട് ഓഫ് ആവുന്ന ഫംഗ്ഷൻ കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തതിൻ്റെ മെയിൽ കണക്ടറാണിത്. ഇനിയുള്ളത് ഒരു സ്വിച്ച് മാത്രമാണ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഇനി ഇതിൽ ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കോയിൽ ചെക്ക് ചെയ്യാം. കോയിലിൻ്റെ 2 അറ്റത്തും മീറ്ററിൻ്റെ 2 വയർ വെച്ചിട്ട് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. കാണിക്കുന്നുണ്ടെങ്കിൽ കോയിൽ ഓക്കെയാണ്. ഇപ്പോൾ റീഡിങ് കാണിക്കുന്നുണ്ട്, അപ്പോൾ കോയിൽ ഓക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
കോയിലിൽ നിന്നും ബോഡിയിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് എർത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റീഡിങ് കാണിക്കുന്നില്ലെങ്കിൽ എർത്തൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കോയിൽ ഓക്കെയാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് സ്വിച്ചാണ്. സ്വിച്ച് ഈ ഹാൻഡിലിൻ്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡിൽ അഴിക്കേണ്ട ആവശ്യമില്ല. സ്വിച്ചിലേക്ക് പോകുന്ന 2 വയർ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ രണ്ടറ്റത്തും മീറ്റർ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ സ്വിച്ച് ചെക്ക് ചെയ്യാം. പോയിട്ടുണ്ടെങ്കിൽ മാറ്റിയിടാൻ വേണ്ടി മാത്രം ഹാൻഡിൽ അഴിച്ചാൽ മതി. ഇപ്പോൾ കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കുന്നില്ല, സ്വിച്ച് ഓഫാണ്. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓൺ ആക്കി നോക്കാം. ഇപ്പോൾ മീറ്റർ റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വിച്ച് ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഈ തെർമോസ്റ്റാറ്റിക് കണക്ടറാണ്. ഇത് ചെക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത ഈ 2 വയർ നമുക്ക് അഴിച്ചെടുക്കാം. ഈ നടുവിൽ കാണുന്ന പോയിന്റ് എർത്താണ്. ഇതിൽ നിന്ന് ബോഡിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെയുള്ളത് ഈ ബ്രാസിൻ്റെ 2 റൗണ്ടാണ്. ഇതിൻ്റെ 2 എൻഡാണ് ഈ പുറത്ത് കാണുന്ന 2 പോയിന്റ്. കോഡ് വയറിൽ നിന്നും വരുന്ന ന്യൂട്രലും ഫേസും ഈ 2 ബ്രാസിൻ്റെ റൗണ്ടിലേക്കാണ് കണക്റ്റ് ആവുക. ഇത് എർത്ത് കണക്ട് ചെയ്യാനുള്ള പിന്നാണ്, അതുകൊണ്ട് തന്നെ ബോഡിയിലേക്ക് കണക്റ്റഡ് ആണ്. നമുക്ക് ഈ ചെറിയ സർക്കിൾ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ ഈ ഇടതുഭാഗത്തെ ഈ പോയിന്റിലേക്ക് വരുന്നില്ല. അപ്പോൾ നമുക്ക് അതേ സർക്കിൾ വെച്ചിട്ട് വലതുവശത്തെ ഈ പോയിന്റിലേക്ക് വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇതിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ സർക്കിളിൻ്റെ എൻഡ് ഇതാണ്. ഇത് നടുവിൽ എവിടെയും കട്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ വലിയ സർക്കിളിൻ്റെ എൻഡ് ഇടതുവശത്തുള്ള ഈ പോയിന്റ് ആയിരിക്കും. ഇതിലേക്ക് വെച്ച് നോക്കുമ്പോൾ കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കുന്നില്ല. ഇതിനിടയിലാണ് കണക്ഷൻ കട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അഴിച്ച് മാറ്റിയിടാം. ഇതുപോലെയുള്ള ടീ സ്പാനറോ അല്ലെങ്കിൽ ട്യൂബ് സ്പാനറോ ഉപയോഗിച്ച് നമുക്ക് ഈ 3 നെറ്റ് അഴിച്ചെടുക്കണം. ഇത് മാറ്റിയിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ കെറ്റിലിൻ്റെ ബേസ് പാർട്ടിലുള്ള സോക്കറ്റിലേക്ക് കറക്റ്റ് സീറ്റിംഗായി ഇരിക്കുന്ന തരത്തിലുള്ള കണക്ടർ തന്നെ വാങ്ങിയിടണം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി സെറ്റായിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെയിം മോഡൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെയുള്ള ആ സോക്കറ്റ് മാറ്റേണ്ട ആവശ്യമില്ല, ഇത് മാത്രം മാറ്റിയാൽ മതി. ഈ 2 വയർ അതുപോലെ കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ആ കവർ ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പവർ കൊടുത്തിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ലൈറ്റ് തെളിയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കെറ്റിലെടുത്തിട്ട് ചൂടാവുന്നുണ്ടോ എന്ന് ടച്ച് ചെയ്ത് നോക്കാം. കെറ്റിൽ ചൂടാവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ വെള്ളമൊഴിക്കാതെ ഓണാക്കി വെക്കരുത്. ഒരു കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. കെറ്റിൽ ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുകയാണ്. ഒരു കെറ്റിൽ എങ്ങനെയാണ് വെള്ളം തിളച്ച ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നത് എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ കെറ്റിൽ കട്ട് ഓഫ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ സ്വിച്ച് ഓഫായിട്ടുണ്ട്. വെള്ളം തിളച്ച ഉടനെ നമ്മളെ കെറ്റിലിൻ്റെ സ്വിച്ച് ഓഫായിട്ടുണ്ട്. ഈ കാണുന്നതാണ് കെറ്റിലിൻ്റെ സ്വിച്ച്. ഈ മുകളിൽ കാണുന്നത് അതിൻ്റെ നോബാണ്. നമുക്ക് ഈ നോബ് ഫിറ്റ് ചെയ്താൽ മനസ്സിലാവും. ഇങ്ങനെയാണ് കെറ്റിലിൻ്റെ സ്വിച്ച് വരിക. ഈ സ്വിച്ചിൻ്റെ താഴ്ഭാഗത്ത് നോക്കിയാൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു മെറ്റാലിക് സ്ട്രിപ്പ് കാണാൻ കഴിയും. ഈ മെറ്റാലിക് സ്ട്രിപ്പാണ് കെറ്റിലിനെ ഓട്ടോമാറ്റിക്കായി ഓഫാക്കുന്നത്. വെള്ളം തിളയ്ക്കുമ്പോൾ മുകളിലോട്ട് വരുന്ന ആവി, നമ്മളതിനെ നീരാവി എന്ന് പറയും. ഈ നീരാവി സ്വിച്ചിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ മെറ്റാലിക് സ്ട്രിപ്പിൽ വന്ന് തട്ടുകയും അത് ചൂടാവാൻ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു നിശ്ചിത ടെമ്പറേച്ചർ വരെ ചൂടായി കഴിഞ്ഞാൽ ഈ മെറ്റാലിക് സ്ട്രിപ്പ് ചൂട് കാരണം മുകളിലോട്ട് വളയുകയുമാണ് ചെയ്യുക. എല്ലാ കെറ്റിലുകളിലും സ്വിച്ച് ഇരിക്കുന്ന ഭാഗത്തേക്ക് ആവി വരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഹോൾ നിർമ്മിച്ചിട്ടുണ്ടാകും. നമുക്ക് ഈ കെറ്റിൽ തന്നെ പരിശോധിച്ച് നോക്കാം. ഈ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഭാഗം കണ്ടില്ലേ? ഇവിടെയാണ് ഈ മെറ്റാലിക് സ്ട്രിപ്പ് കറക്റ്റായിട്ട് ഇരിക്കുന്നത്. ഇവിടേക്ക് ആവി എത്താൻ വേണ്ടിയിട്ട് കെറ്റിലിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഹോള് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ചില കെറ്റിലുകളിൽ താഴ്ഭാഗത്തായിരിക്കും സ്വിച്ച് വരിക. അങ്ങനെയുള്ളതിൽ സ്വിച്ച് ഇരിക്കുന്ന ഭാഗത്തേക്ക് ആവി എത്താൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ചെറിയ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. 1-2 സാമ്പിൾ കാണിക്കാം. ഇത് താഴെ സ്വിച്ചുള്ള ഒരു കെറ്റിലാണ്. ഇതിൻ്റെ ഉൾവശം പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു പൈപ്പ് കാണാം. ഈ പൈപ്പ് വഴിയാണ് നീരാവി സ്വിച്ചിലേക്ക് എത്തുന്നത്, താഴെയുള്ള സ്വിച്ചിലേക്ക് എത്തുന്നത്. അത് നേരെ ഈ മെറ്റാലിക് സ്ട്രിപ്പിലേക്കാണ് ചെന്ന് തട്ടുന്നത്. ഇത് ഫിലിപ്സിൻ്റെ വേറൊരു കെറ്റിലാണ്. ഇതിൻ്റെ ഉള്ളിൽ പരിശോധിച്ചാൽ നമുക്ക് അതുപോലെ ഒരു സ്റ്റീലിൻ്റെ പൈപ്പ് കാണാം. ഇതും താഴെ സ്വിച്ചുള്ള ഒരു കെറ്റിലാണ്. അപ്പോൾ ഒരു കെറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നില്ലെങ്കിൽ അതിൻ്റെ സ്വിച്ചാണ് മാറ്റേണ്ടത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് കെറ്റിൽ റിപ്പയറിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.